പ്രൈസ് ദി ലോർഡ്. സൂര്യപ്രകാശത്തിലെ അതിൻ്റെ ചൂടേൽക്കാൻ അല്ലെങ്കിൽ ആ പ്രകാശം കിട്ടാനായിട്ട് കിടക്കുന്ന ഒരു കല്ലായിരിക്കണം. അത്രമാത്രം മതി എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, ധ്യാനത്തിൽ നിന്ന്. കാരണം ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ സ്വസ്ഥമായിരുന്നാൽ മതി. ഇങ്ങനെ മനസ്സിൽ പെട്ടെന്നൊക്കെ ടെൻഷനൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ അസ്വസ്ഥതയൊക്കെ വരാറുണ്ട്. പക്ഷേ എല്ലാം നേടിത്തന്ന ഒരു തമ്പുരാൻ്റെ മുന്നിൽ സ്വസ്ഥമായിരുന്നാൽ മാത്രം മതി എന്നൊരു വലിയ ബോധ്യത്തിലേക്ക് ഈശോ കൊണ്ടുപോയായിരുന്നു. പിന്നെ 19-ാം സങ്കീർത്തനം, അതിൻ്റെ ഓരോ വാക്കിൻ്റെ അർത്ഥം പറയുമ്പോഴും ഇങ്ങനെ കണ്ണു നിറയുന്ന, അങ്ങനെ ഉള്ളിലെ ഈശോയുടെ സ്നേഹം നിറയുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം ആ ബ്രദർ പറഞ്ഞ പോലെ വിശുദ്ധ അമ്മ ത്രേസ്യയും വിശുദ്ധ യോഹന്നാൻക്രൂസൊക്കെ പറയുന്ന ആ ആത്മീയമായ ബന്ധത്തിലേക്ക് കടന്നു വരാൻ ഇത്രയും ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് സങ്കീർത്തനം എന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അതൊരു പുതിയ അറിവായിരുന്നു. ഈശോ നമുക്ക് രക്ഷ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നിധി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതൊന്ന് തുറന്നു കിട്ടണേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കണേ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.